ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ പുതിയ പോസ്റ്ററുകൾ റിലീസായിരിക്കുന്നു. ചന്ദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കല്യാണി പ്രിയദർശൻ, ഒപ്പം തന്നെ സണ്ണി എന്ന കഥാപാത്രത്തെ അവതരിക്കുന്ന നെസ്ലിന്റെ ഉൾപ്പെടെയുള്ള പോസ്റ്റേഴ്സാണ് വന്നിരിക്കുന്നത്. സ്ത്രീ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ സിനിമയാണ് തമ. ഈ വർഷം ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ പോസ്റ്റേഴ്സ് ഇന്ന് വന്നിരിക്കുകയാണ്. രശ്മിക മന്ദാന, ആയുഷ്മാൻ ഖുറാന തുടങ്ങിയവരൊക്കെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. നാളെ സിനിമയുടെ ആദ്യ വീഡിയോ കണ്ടന്റ് പുറത്തുവരുന്നതാണ്. കാത്തിരിക്കാം സ്ത്രീ 2 എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം വരുന്ന തമയുടെ ടീസർ കാണുവാനായിട്ട്. 1.5 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് ജയറാം തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. ഇന്ന് ജയറാമിന്റെ പുതിയ സിനിമ ആശകൾ 1000 എന്ന സിനിമയുടെ പൂജ നടന്നിരിക്കുകയാണ്. ജയറാം കാളിദാസ് ജയറാം കോംബോയിൽ വരാനിരിക്കുന്ന ഈ മലയാളം സിനിമയുടെ പൂജയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന സിനിമ അടുത്ത വർഷത്തോടെയായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമയായിരിക്കും ആശകൾ 1000 എന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്. മോളിവുഡിൽ ഡൗൺ ആയി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട സംവിധായകരുടെ പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. അതിലൊന്ന് ഷാജി കൈലാസിന്റെ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ജോജി ജോർജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് വരവ് എന്ന് പേരിട്ടിരിക്കുന്നു. ത്രില്ലർ സ്വഭാവമുള്ള സിനിമയുടെ ഷൂട്ട് അടുത്ത മാസം സെപ്റ്റംബറിൽ ആരംഭിക്കും. AK സാജനാണ് സിനിമയുടെ തിരക്കഥ. ക്രിസ്റ്റഫർ എന്ന മമ്മൂട്ടി സിനിമയുടെ വൻ പരാജയത്തിന് ശേഷം B ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുക, ഒന്നല്ലെങ്കിൽ നിവിൻ പോളി സിനിമ, അതല്ലെങ്കിൽ പൃഥ്വിരാജ് സിനിമ എന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണ്. ഇപ്പോഴത്തെ അത് നിവിൻ പോളി സിനിമയായിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഷം സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നതാണ്. ഇതിനിടയിൽ നിവിൻ പോളി തമിഴിൽ ബെൻസിന് ശേഷം അഭിനയിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന കാർത്തി സിനിമയാണല്ലോ മാർഷൽ. എന്നാൽ ഇപ്പോഴത്തെ നിവിൻ പോളി ആ സിനിമയിൽ ഭാഗമല്ല എന്നൊരു റിപ്പോർട്ടാണ് ഇന്നേ ദിവസം വന്നിരിക്കുന്നത്. നിവിന് പകരം സിനിമയിലേക്ക് ജീവ എത്തിക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അതേസമയം കാർത്തി നമ്മുടെ തുടരും എന്ന സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തിയുമായിട്ട് ഒരു സിനിമയുടെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടും വന്നിരിക്കുകയാണ്. പ്രൊജക്ട് കൺഫേം ആയിട്ടില്ല എങ്കിൽ പോലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനത്തേത് നമ്മുടെ ലാലേട്ടന്റെ ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഹൃദയപൂർവ്വം അപ്ഡേറ്റ് ആണ്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ നായകനെ എത്തുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 10 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ UK, യൂറോപ്പ് രാജ്യങ്ങളിലെ ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ മേഖലകളിലെ ബുക്കിംഗ് ഉടനെ ആരംഭിക്കും. കാത്തിരിക്കാം ഹൃദയപൂർവ്വത്തിന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക്.